വിജയകുമാർ അല്പസമയം മുമ്പാണ് അക്യൂബ് ഹനാനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. അതായത് ഇയാളുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഈ ഇൻസ്റ്റാഗ്രാം വഴി തനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ മാർക്കോസ് സിനിമയുടെ ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടാണ് മാർക്കോസ് സിനിമയുടെ നിർമ്മാതാക്കൾ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള ആളുകൾ സൈബർ പോലീസിൽ പരാതി നൽകിയത്. തങ്ങളുടെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഇയാളുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ പോലീസ് ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ആലുവയിൽ നിന്ന് അക്യൂബ് ഹനാനെ കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ, ഈ വ്യാജപതിപ്പ് ആരാണ് ചിത്രീകരിച്ചത്, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സൈബർ പോലീസ് അറിയിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള ചിത്രങ്ങളുടെ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങളുടെയൊക്കെ വ്യാജപതിപ്പ് സജീവമായി ഓൺലൈനുകളിൽ ലഭ്യമാകുന്നു എന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് സിനിമാ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ കൂടുതൽ ഗൗരവത്തോടുകൂടി സർക്കാർ ഇടപെടേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട്. വിജയകുമാർ.